നമസ്കാരം. ടി.ജി. മോഹൻദാസിൻ്റെ അറസ്റ്റിനും ജാമ്യത്തിനും ശേഷം കേരളത്തിൽ വളരെ വിചിത്രവും രസകരവും പൊതുജനങ്ങളെ ഒന്നാകെ കഴുതകളുമാക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് സംജാതമായിരിക്കുന്നത്. കഴിഞ്ഞ 10-ാം തീയതി മുതൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിൻ്റെ പോലീസും അവരുടെ തന്നെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കലാപത്തിന് ആഹ്വാനം നൽകുന്നു, സ്ത്രീത്വത്തെ നിരന്തരം അപമാനിച്ചുകൊണ്ടേയും ഇരിക്കുന്നു. അതിനെക്കുറിച്ചിട്ടാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ പറയുന്നത് സത്യമാണെങ്കിൽ അവർക്കെതിരെയും കേസെടുത്ത് അവരെയും അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ? പുര കത്തുന്നു എന്ന് പറയുന്നവർ അത് അണയ്ക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഒരു വീടിന് തീ പിടിച്ചു. അതിന് സമീപം വളരെയധികം വീടുകളും ഉണ്ടായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി. അവർ പറഞ്ഞു, ഈ തീ വളരെ അപകടകരമാണ്, ഇത് പടർന്നു കഴിഞ്ഞാൽ വളരെയധികം നാശനഷ്ടങ്ങൾ സംഭവിക്കും. തുടർന്ന് അവർ ആ വീട്ടുടമസ്ഥനെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹമാണ് തീ കൊടുത്തത് എന്നായിരുന്നു പോലീസിൻ്റെ ആരോപണം. എന്നാൽ ഒരു ചോദ്യം മാത്രം അവശേഷിച്ചു. ഈ കത്തിക്കൊണ്ടിരിക്കുന്ന വീടിൻ്റെ തീ അണയ്ക്കാൻ പോലീസ് ഒരു ശ്രമവും നടത്തിയില്ല. അവർ പ്രതിയുമായി കോടതിയിൽ ചെന്നപ്പോൾ കോടതി ചോദിച്ചു, ഈ അപകടകാരിയായ തീയുടെ ഉറവിടം അണയ്ക്കാൻ നിങ്ങൾ ശ്രമിച്ചോ? പോലീസ് പറഞ്ഞു, ഇല്ല. പിന്നെയും കോടതി ചോദിച്ചു, ജനങ്ങൾ കാണുന്ന സ്ഥലത്തു നിന്നും ആ തീയുടെ ദൃശ്യങ്ങൾ നിങ്ങൾ നീക്കം ചെയ്തോ? പോലീസ് പറഞ്ഞു, ഇല്ല. എന്നിട്ടും പോലീസ് പറയുകയാണ്, ഈ പ്രതിയെ വെളിയിൽ വിട്ടു കഴിഞ്ഞാൽ ഇനിയും അയാൾ അതുപോലെ തീ കത്തിക്കും എന്ന്. അപ്പോൾ സ്വാഭാവികമായും കോടതി ചോദിക്കും, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ആ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നില്ല? അതുതന്നെയാണ് ഈ ടി.ജി. മോഹൻദാസിൻ്റെ കേസിൽ ഉയരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട നിയമ ചോദ്യം. അതെ, ടി.ജി. മോഹൻദാസ് കത്തിച്ച തീ ഇപ്പോഴും കത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. പോലീസിൻ്റെ ആരോപണം തൽക്കാലം ശരിയാണെന്ന് കരുതുക. അതായത് ടി.ജി. മോഹൻദാസ് തൻ്റെ വീഡിയോകളിലൂടെ പൊതുശാന്തിക്ക് ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിൽ പ്രസ്താവനകൾ നടത്തി. അത് കലാപത്തിന് ആഹ്വാനം നൽകുന്ന ഒന്നാണെന്നും സ്ത്രീത്വത്തെ അവമാനിക്കുന്ന ഒന്നാണെന്നും ജനങ്ങളിൽ ഭയവും അസ്വസ്ഥതയും സൃഷ്ടിക്കുന്ന ഒന്നാണെന്നും പോലീസ് ആരോപിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതേ വീഡിയോകൾ ഇപ്പോഴും പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാകുന്നത് അപകടകരമല്ലേ? അത് യൂട്യൂബിൽ ലഭ്യമാണെങ്കിൽ ജനങ്ങൾക്ക് അത് വീണ്ടും വീണ്ടും കാണാനും ഷെയർ ചെയ്യാനും സാധിക്കും. അങ്ങനെയിരിക്കെ ടി.ജി. മോഹൻദാസിനെ ജയിലിൽ അടയ്ക്കണമെന്നും അദ്ദേഹം പുറത്തിറങ്ങിയാൽ വീണ്ടും ഇതേ കുറ്റം ആവർത്തിക്കും എന്നും വാദിച്ച പ്രോസിക്യൂഷൻ ഇപ്പോൾ തന്നെ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമായ അത്തരം വീഡിയോകൾ നീക്കം ചെയ്യണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടു. ഇല്ല. അത് ചെയ്തിട്ടില്ല എങ്കിൽ ഒരു സാധാരണ പൗരന് സ്വാഭാവികമായിട്ടും തോന്നുന്ന ചോദ്യം ഇതാണ്: കുറ്റം ഇത്ര ഗുരുതരമായിട്ടുള്ള ഒന്നാണെങ്കിൽ അതിന് ആധാരമായ വീഡിയോകൾ ഇപ്പോഴും പബ്ലിക് ഡൊമൈനിൽ തുറന്നു വച്ചിരിക്കുന്നത് എന്തിനാണ്? ഇവിടെ മറ്റൊരു വൈരുദ്ധ്യം കൂടിയുണ്ട്. അതായത് പ്രോസിക്യൂഷൻ ഒരു വശത്ത് പറയുന്നത് ഈ വീഡിയോകൾ സമൂഹത്തിന് അപകടകരമാണ്, അതേസമയം മറുവശത്ത് പറയുന്നു ടി.ജി. മോഹൻദാസ് പുറത്തിറങ്ങിയാൽ വീണ്ടും ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യും. പക്ഷേ അതേസമയം ഇപ്പോൾ നിലവിലുള്ള വീഡിയോകൾ പൊതുജനങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? അതിനുള്ള ഉത്തരം അതെ എന്നാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നം ഈ വ്യക്തി സ്വാതന്ത്ര്യം മാത്രമല്ല, മറിച്ച് പ്രോസിക്യൂഷൻ്റെ സ്വന്തം നടപടിയുടെ യുക്തിയെയാണ് അത് ചോദ്യം ചെയ്യുന്നത്. ഒരാളെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു കാര്യം, അയാൾക്കെതിരെ കുറ്റങ്ങൾ ആരോപിക്കുക എന്നുള്ളത് മറ്റൊരു കാര്യം. എന്നാൽ കോടതി മുമ്പാകെ ആ വ്യക്തി വീണ്ടും വീണ്ടും കുറ്റം ചെയ്യും എന്ന് ആരോപിക്കണമെങ്കിൽ, ബാധിക്കണം എന്നുണ്ടെങ്കിൽ അതിന് യുക്തിസഹമായ ചില തെളിവുകൾ, കാരണങ്ങൾ കോടതിയുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ചും ആരോപിക്കപ്പെടുന്ന കുറ്റത്തിൻ്റെ പ്രധാന ഉള്ളടക്കം ഇപ്പോഴും പൊതുജന മധ്യത്തിൽ അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രചാരണം തടയാൻ ഈ പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ പോലീസ് എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അതിനാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അപകടകരം എന്ന് പോലീസ് പറയുന്ന ഈ വീഡിയോകൾ ഈ യൂട്യൂബിൽ നിന്നും നീക്കം ചെയ്യാനുള്ള യാതൊരു ആവശ്യവും ഉന്നയിക്കാതെ ടി.ജി. മോഹൻദാസിനെ മാത്രം ജയിലിൽ അടയ്ക്കണം എന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് രമേശ് ചെന്നിത്തലയുടെ പോലീസ് ഏത് അപകടത്തെയാണ് തടയാൻ ശ്രമിച്ചത്? ജൂലൈ മാസം 24, 25 എന്ന തീയതികളിൽ പത്രിക എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ടി.ജി. മോഹൻദാസ് അപ്ലോഡ് ചെയ്ത 2 വീഡിയോകളാണ് ഈ കേസിന് ആസ്പദമായത്. തുടർന്ന് ഏകദേശം 5ഓളം വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഈ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. ആ ഓരോ സെക്ഷനും എന്താണെന്നും അത് എന്തുകൊണ്ടാണ് നിലനിൽക്കാത്തത് എന്നും ഞാൻ എൻ്റെ അടുത്ത വിചാരണ എന്ന് പറയുന്ന വീഡിയോയിൽ വ്യക്തമാക്കാം. ജൂലൈ മാസം 29-ാം തീയതി ഏതോ ഒരു സുഡാപ്പിയുടെ SDPI-കാരൻ്റെ ഇമെയിൽ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ടി.ജിക്കെതിരെ ഒരു കേസ് ചാർജ് ചെയ്യുന്നത്. അതിനുശേഷം ഈ മാസം 9-ാം തീയതി വരെ അവർ ആ കേസിന്മേൽ അടയിരുന്നു. അവർ ഹൈബർനേഷനിൽ ആയിരുന്നു. ഈ കാലഘട്ടത്തിൽ ഒക്കെ തന്നെ ടി.ജിയുടെ വീഡിയോകൾ
ആൾക്കാർ പരക്കെ കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ ഇന്ത്യയുടെ ഒരു ഭാഗത്തും ആ വീഡിയോകളുടെ ഫലമായിട്ട് ഒരു കലാപവും ഉണ്ടായില്ല. അതുപോലെ തന്നെ ഇന്ത്യയിലെ സ്ത്രീകളുടെ സ്ത്രീത്വത്തിനും ഒരു കേടുപാടും സംഭവിച്ചതും ഇല്ല. തനിക്കെതിരെ ഒരു FIR നിലവിലുണ്ട് എന്ന് അറിഞ്ഞിട്ടും ടി ജി മോഹൻദാസ് ഒരു മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചില്ല. അദ്ദേഹം ഒളിച്ചോടിയതും ഇല്ല. അദ്ദേഹം തൻ്റെ വീട്ടിൽ പതിവ് പോലെ സ്വാഭാവിക ജീവിതം നയിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഈ മാസം 9-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം ഏകദേശം 5-5:30 മണിയായപ്പോൾ നമ്മുടെ കേരള പോലീസ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നത്. പോലീസ് ടി ജിയുടെ വീട് സെർച്ച് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ വിവോ മൊബൈൽ ഫോൺ, സീഗേറ്റ് ഹാർഡ് ഡിസ്ക്, DBC മോഡം, JTP മൈക്രോഫോൺ തുടങ്ങി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച എല്ലാ ഉപകരണങ്ങളും പിടിച്ചെടുക്കുകയും ചെയ്തു. അറസ്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് രോഗിയായ 71 വയസ്സുള്ള ടി ജി മോഹൻദാസിനെ രാത്രി അറസ്റ്റ് ചെയ്ത് അർദ്ധരാത്രി അദ്ദേഹത്തെ എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയും ചോദ്യം ചെയ്യുകയും ചെയ്തു. തുടർന്ന് പിറ്റേ ദിവസം ഏകദേശം വൈകുന്നേരത്തോടു കൂടിയാണ് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കിയത്. ഇവിടുത്തെ സുഡാപ്പികളും ടി ജി മോഹൻദാസിൻ്റെ തന്നെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ വർഗ ബഹുജന ഡിമാല ഗുണ്ടി ഗുണ്ടന്മാരൊക്കെ ഹാപ്പിയായി. അവർ ആകാംക്ഷയോടെ ശ്വാസമടക്കി പിടിച്ചുകൊണ്ട് കോടതി ഈ ടി ജി മോഹൻദാസിനെ ജയിലിൽ അടയ്ക്കുന്നതും കാത്തിരുന്നു. 10-ാം തീയതി ബഹുമാനപ്പെട്ട കോടതി ടി ജി മോഹൻദാസിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയും ബീനസിൻ്റെ സെക്ഷൻ 35(3) പ്രകാരം അദ്ദേഹത്തിന് നോട്ടീസ് നൽകാത്ത കാര്യം പരിഗണിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹത്തിന് ജാമ്യവും അനുവദിച്ചു. പരാതിക്കാരനായ സുഡാപ്പി ജന്തർ മന്ദറിലെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത ഒരാളല്ല എന്നും അതുകൊണ്ട് തന്നെ ഈ ടി ജി മോഹൻദാസിൻ്റെ പ്രസ്താവനകൾ എന്തായിരുന്നാലും അത് ഈ സുഡാപ്പിയെ ഡയറക്റ്റായിട്ട് നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല എന്നും കോടതി കണ്ടെത്തി. ഈ ഒരു സാഹചര്യത്തിൽ ബീനസിൻ്റെ സെക്ഷൻ 35(3) പ്രകാരമുള്ള മുൻകൂർ നോട്ടീസ് നൽകാതെ ടി ജി മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യേണ്ട യാതൊരു സാഹചര്യവും നിലവിലുണ്ടായിരുന്നില്ല എന്ന് കോടതി അതിൻ്റെ ഉത്തരവിൽ പറയുന്നു. 29-ാം തീയതി കിട്ടിയ പരാതിയിൽ 9-ാം തീയതി വരെ സമയമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ടി ജി മോഹൻദാസിന് നോട്ടീസ് നൽകാത്തത് എന്നുള്ള കോടതിയുടെ ചോദ്യത്തിന് ഞങ്ങൾ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിൽ ടി ജി മോഹൻദാസ് ഒളിവിൽ പോയനെ, അദ്ദേഹം തെളിവുകൾ ഒക്കെ തന്നെ നശിപ്പിച്ചതിനെ, കൂടാതെ ഏറ്റവും വിചിത്രമായ കാര്യം ഈ പരാതിക്കാരനായ സുഡാപ്പിയെ അദ്ദേഹം സ്വാധീനിക്കാൻ ശ്രമിച്ചേനെ എന്നായിരുന്നു. ഉപാധികളോടെയാണ് കോടതി ടി ജി മോഹൻദാസിന് ജാമ്യം അനുവദിച്ചത്. അതായത് 50,000 രൂപയുടെ ജാമ്യ ബോണ്ട് പ്ലസ് 2 ജാമ്യക്കാർ. അതിനുശേഷം 11-ാം തീയതി മുതൽ 13-ാം തീയതി വരെ അദ്ദേഹം രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. അതുകൂടാതെ അടുത്ത 2 മാസത്തേക്ക്, അല്ലെന്നുണ്ടെങ്കിൽ ഈ അന്വേഷണം പൂർത്തിയായി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് വരെ എല്ലാ തിങ്കളാഴ്ചയും അദ്ദേഹം വൈകുന്നേരം 5 മണിക്കും 6 മണിക്കും ഇടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. നേരിട്ടോ അല്ലാതെയോ ഈ കേസുമായി ബന്ധപ്പെട്ട ആരെയും അദ്ദേഹം ഭീഷണിപ്പെടുത്താനോ സ്വാധീനിക്കാനോ ശ്രമിക്കാൻ പാടില്ല. അതുപോലെ കേസുമായി ബന്ധപ്പെട്ട ഒരു തെളിവും അദ്ദേഹം നശിപ്പിക്കാനും പാടില്ല. എന്നാൽ മുതിർന്ന പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാം, തുടർന്നും വീഡിയോകൾ ചെയ്യാം. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും അദ്ദേഹം വെളിപ്പെടുത്താൻ പാടില്ല എന്നാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അന്വേഷണത്തെയോ നീതിന്യായ വ്യവസ്ഥയുടെ പരിപാലനത്തെയോ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നും തന്നെ അദ്ദേഹം ചെയ്യാൻ പാടില്ല. അതുപോലെ നേരത്തെ ചെയ്ത രീതിയിലുള്ള കുറ്റങ്ങൾ അദ്ദേഹം ആവർത്തിക്കാൻ പാടില്ല. അഥവാ ആവർത്തിച്ചു കഴിഞ്ഞാൽ ഈ പ്രോസിക്യൂഷന് അദ്ദേഹത്തിൻ്റെ ജാമ്യം റദ്ദാക്കുന്നതിന് വേണ്ടി കോടതിയെ സമീപിക്കാൻ കഴിയും എന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. എന്നാലും നാം ഓർക്കേണ്ട കാര്യം ടി ജി മോഹൻദാസിൻ്റെ പഴയ വീഡിയോകൾ ഇപ്പോഴും യൂട്യൂബിൽ ലഭ്യമാണ് എന്നുള്ളതാണ്. ടി ജി മോഹൻദാസ് കുറ്റം ചെയ്തു എന്ന് പ്രോസിക്യൂഷനോ പോലീസിനോ ഉത്തമ വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ അവർ ആദ്യം തന്നെ കോടതിയോട് ആവശ്യപ്പെടേണ്ടിയിരുന്നത് ഈ കേസിനാസ്പദമായ വീഡിയോകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്, അത് ആൾക്കാർ കാണുന്നു, ഷെയർ ചെയ്യുന്നു, അതുകൊണ്ട് അടിയന്തരമായി അവ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നും നീക്കം ചെയ്യാൻ ടി ജി മോഹൻദാസിന് നിർദ്ദേശം നൽകണം എന്നായിരുന്നു. പക്ഷേ അത് ഉണ്ടായില്ല. അവ ഇപ്പോഴും അവിടെ സുലഭമാണ്. അപ്പോൾ ഈ പോലീസിൻ്റെ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ്റെ അല്ലെങ്കിൽ മന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഭാഷയിൽ പറയുകയാണ് എങ്കിൽ ടി ജി മോഹൻദാസ് ഇപ്പോഴും കലാപത്തിനുള്ള ആഹ്വാനവും സ്ത്രീ വിരുദ്ധ പരാമർശങ്ങളും അദ്ദേഹത്തിൻ്റെ യൂട്യൂബിൽ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇത് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തിൻ്റെ ആന്തരിക യുക്തിയെ തന്നെ പരിശോധിക്കുന്ന ഒരു ചോദ്യമാണ്. അവസാനം കോടതി ഈ ടി ജിയെ കുറ്റക്കാരനായി കണ്ടെത്തുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ മറ്റൊരു വിഷയമാണ്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, അതായത് ടി ജി മോഹൻദാസ് പുറത്തിറങ്ങിയാൽ
അദ്ദേഹം വീണ്ടും ഇതേ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കും എന്ന പ്രോസിക്യൂഷൻ. ഇപ്പോൾ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ലഭ്യമായ ഈ കേസിന് ആസ്പദമായ വീഡിയോകൾ നീക്കം ചെയ്യാൻ എന്ത് നടപടി സ്വീകരിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. വീഡിയോകൾ നീക്കം ചെയ്തില്ല, അല്ലെങ്കിൽ അതിന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടില്ല. അതെന്താണ് തെളിയിക്കുന്നത്? അതായത് ആ വീഡിയോകൾ അവിടെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ഈ TGക്കെതിരെ എടുത്തിരിക്കുന്നത് ഒരു കള്ളക്കേസ് മാത്രമാണ് എന്നല്ലേ അത് തെളിയിക്കുന്നത്? ആരോപിക്കപ്പെടുന്ന വീഡിയോകളാണ് കുറ്റകൃത്യത്തിൻ്റെ പ്രധാന ആധാരമെങ്കിൽ അവയുടെ പ്രചാരണം തടയുന്നതിന് ഈ അന്വേഷണ ഏജൻസി എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? അങ്ങനെയാണെങ്കിൽ ഈ പ്രതിയെ വെളിയിൽ വിട്ടുകഴിഞ്ഞാൽ അയാൾ വീണ്ടും ഇതേ കുറ്റം ആവർത്തിക്കും എന്ന് പറയുന്നതിൻ്റെ പുറകിലുള്ള സാങ്കത്യം എന്താണ്? ആരോപണ വിധേയമായ കണ്ടന്റ് സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണെന്നിരിക്കെ അതിൻ്റെ തുടർ പ്രചാരണം തടയുന്നതിന് വേണ്ടി TG മോഹൻദാസിനെ എന്തിനാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ആക്കണമെന്ന് ഈ പ്രോസിക്യൂഷൻ വാദിച്ചത്? കൂടാതെ പോലീസ് ഇലക്ട്രോണിക്സ് എവിഡൻസ് ഒക്കെ ശേഖരിച്ചു. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഡിവൈസുകൾ, ഉപകരണങ്ങൾ ഒക്കെ തന്നെ സീസ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു എങ്കിൽ എന്തിനാണ് അവർ ഈ TG മോഹൻദാസിനെ ജയിലിൽ അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടത്? പ്രോസിക്യൂഷൻ്റെ വാദം ശരിയാണെങ്കിൽ കുറ്റകൃത്യത്തിൻ്റെ ഉറവിടം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് എന്നുണ്ടെങ്കിൽ പ്രതിയെ ജയിലിൽ അടച്ചതുകൊണ്ട് മാത്രം ഈ വീഡിയോകൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള അപകടം, അതാണല്ലോ പോലീസ് പറയുന്നത്, അത് എങ്ങനെയാണ് തടയാൻ കഴിയുക? ഒരാൾ വിവാദപരമായ ഒരു പ്രസ്താവന നടത്തിയതുകൊണ്ടോ അത് കേട്ട ആൾക്കാർക്ക് ദേഷ്യം തോന്നിയതുകൊണ്ടോ മാത്രം അത് BNS 192 അടിയിൽ വരുന്ന ഒരു കുറ്റം ആകുന്നില്ല. ഒരു കുറ്റം കുറ്റമാകണം എന്നുണ്ടെങ്കിൽ അതിൽ ചേരേണ്ട ചില ചേരുവകൾ കൂടി ചേർന്നിരിക്കണം. അപ്പോൾ TG മോഹൻദാസിനെതിരെ ചാർത്തിയിരിക്കുന്ന ഈ കുറ്റങ്ങളിൽ ആ ചേരുവകൾ ഉണ്ടോ എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ പരിശോധിക്കാം. TGയുടെ വീഡിയോകളിലെ പ്രസ്താവനകൾ കുറ്റകരമാണെങ്കിൽ അവ ഇപ്പോഴും നിരന്തരം ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെയും അദ്ദേഹത്തിൻ്റെ പോലീസിൻ്റെയും മുഖത്ത് നോക്കി പല്ലിളിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഇവിടെ നാം വീണ്ടും ഓർക്കണം, അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഒരു ലഹളയും ഉണ്ടായില്ല, ഒരു സ്ത്രീയുടെയും സ്ത്രീത്വം നഷ്ടപ്പെട്ടതും ഇല്ല. ഒരു പ്രത്യേകതയുള്ളത് TG മോഹൻദാസിനെതിരെ BNSൻ്റെ സെക്ഷൻ 3531 പ്രകാരമുള്ള കുറ്റവും ചാർജ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ BNSൻ്റെ 217 പ്രകാരം അതിൻ്റെ കോഗ്നൈസൻസ് എടുക്കുന്നതിന് മുമ്പായിട്ട് സർക്കാരിൻ്റെ അനുമതി തേടിയിരിക്കണം. അങ്ങനെ ഒരു അനുമതി ഈ വിഷയത്തിൽ തേടിയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ ജാമ്യ ഉത്തരവിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അതിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലും എനിക്ക് തോന്നുന്നത് TG മോഹൻദാസ് എത്രയും വേഗം ഈ FIR തന്നെ കോഷ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സമീപിക്കും എന്നാണ്. അങ്ങനെ സമീപിക്കുകയും അത് കോഷ് ചെയ്യപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അത് ഈ സർക്കാരിൻ്റെയും പോലീസിൻ്റെയും മുഖത്തേൽക്കുന്ന ഒരു കനത്ത അടിയായിരിക്കും. ഒരു കാരണവുമില്ലാതെ ചെയ്യാത്ത ഒരു കുറ്റത്തിന് 71 വയസ്സുള്ള രോഗിയായ ഒരു മനുഷ്യനെ അറസ്റ്റിൻ്റെ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ച നടപടി തികച്ചും തെറ്റായ ഒന്ന് തന്നെയാണ്. ഇവിടെ TG മോഹൻദാസ് ജയിച്ചു, രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിൻ്റെ പോലീസും തോറ്റു എന്ന് മാത്രമേ പറയാൻ കഴിയൂ.